തുടരില്ല എന്ന സൗദി അറേബ്യയുടെ നിലപാട് അവർ ആവർത്തിച്ചു. സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് തന്നെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. നിലവിലെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധപ്പെട്ട സാഹചര്യങ്ങളും അവസ്ഥകളും എന്താണ് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഒരു നയതന്ത്ര ബന്ധം ഇസ്രായേലുമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് മാത്രമല്ല, അതോടനുബന്ധിച്ച് അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധത്തിനും തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തന്നെ കൃത്യമായ രീതിയിൽ സൗദി അറേബ്യ തുറന്നു പറഞ്ഞു. ഇത് 2-3 കാര്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് രഹസ്യമായ രീതിയിൽ പല അമേരിക്ക അടക്കുന്ന രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന് പിന്തുണ തേടിക്കൊണ്ട് പല രാജ്യങ്ങളെ സമീപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സമീപിക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് കൂടി പ്രതികരിക്കുകയാണ് നിലവിലെ കിരീടാവകാശിയായിരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ്. അദ്ദേഹം ഈ കാര്യങ്ങളാണ് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞത്. അമേരിക്കയ്ക്ക് ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. മറ്റ് ലോക രാജ്യങ്ങളുടെ പിന്തുണ തേടുക എന്നുള്ളതാണ് അവർ ആദ്യാദ്യ ഘട്ടത്തിലൊക്കെ ചെയ്യുന്നത്. ഏതൊരു രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുകയാണെങ്കിലും ആക്രമണം നടത്താനുള്ള സൈനിക സംവിധാനവും ബലവും ശക്തിയും അമേരിക്കക്കുണ്ട് എന്ന് മാത്രമല്ല, അമേരിക്കയുടെ സൈനികർ തന്നെയാണ് ഇതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുക. അതിന്റെ കാര്യം ആ രാജ്യത്തുള്ള ഭരണം അട്ടിമറിഞ്ഞാൽ അവിടെ പുതുതായിട്ട് വരുന്ന ഭരണത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളത് കൂടി അമേരിക്കയുടെ ലക്ഷ്യമാണ്. അത് അമേരിക്കൻ യുദ്ധം അല്ലെങ്കിൽ ഇറാഖ് കുവൈത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് 32ഓളം രാജ്യങ്ങളുടെ സൈനികരോ അല്ലെങ്കിൽ പിന്തുണക്കുന്ന വിഭാഗമോ ചേർന്നിട്ടാണ് അന്നത്തെ ഭരണാധികാരിയായിരിക്കുന്ന സദ്ദാം ഹുസൈന്റെ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയത്. അമേരിക്കക്ക് ഒറ്റക്ക് നടത്താൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ടല്ല, പകരം പരമാവധി രാജ്യങ്ങൾ തങ്ങളോടൊപ്പം ചേർന്നതുകൊണ്ട് അവർക്ക് കൂടി നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം തങ്ങൾ വഹിക്കുന്നു എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് സാധാരണ ഇതിൽ അമേരിക്ക ചെയ്യാറുള്ളതാണ്. എന്നാൽ ഫലസ്തീൻ ഇസ്രായേലുമായിട്ട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ തരത്തിൽ ഒരു പിന്തുണ തേടാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ അമേരിക്ക നടത്തിയിരുന്നു. അതെല്ലാം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വിഷയകാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് അബ്രഹാം കരാർ ഉണ്ടാക്കുന്നത്. അബ്രഹാം കരാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് സൗദി അറേബ്യ. നമുക്കറിയാം മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആദ്യം കരാർ വ്യവസ്ഥ ഒക്കെ പാലിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും ഒടുവിലും ഏറ്റവും അവസാനവും ഒരു നിലക്കും ഒപ്പിടാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് സൗദി അറേബ്യ ഈ കരാറിനോട് ചേർന്ന് നിന്നത്. അതോടുകൂടി വ്യത്യസ്തമായിരിക്കുന്ന എതിർപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ കരാർ വ്യവസ്ഥ പ്രകാരം വലിയ ദശകോടികളുടെ സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കയറ്റുമതിയും ഇറക്കുമതിയും ഇവിടെ നിന്ന് അറേബ്യൻ മേഖലയിൽ നിന്ന് യൂറോപ്പിലേക്ക് കരമാർഗം പോകാനുള്ള റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും അന്ന് ചർച്ചയിൽ വന്നതാണ്. അങ്ങനത്തെ ഒരു രൂപകാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടാക്കി വെച്ചതുമാണ്. ഒക്ടോബർ 7 തീയതിയുള്ള ഹമാസിന്റെ അക്രമത്തോടു കൂടിയാണ് പിന്നീട് രീതികൾക്കും കാര്യങ്ങൾക്കും അവസ്ഥകൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് അമേരിക്കയുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെങ്കടലെ മോചിപ്പിക്കുക എന്നുള്ളത് അവർ കൃത്യമായിരിക്കുന്ന ലക്ഷ്യമായതോടുകൂടി അവർ പരമാവധി അന്ന് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നതിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ശ്രമം നടത്തിയത്. അതുകൊണ്ട് സൗദി അറേബ്യ ഈ ചെങ്കടലിലെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളോടൊക്കെ ഇതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു രാജ്യം അതിന് സന്നദ്ധമാവാത്തൊരു സ്ഥിതി വിശേഷം വന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധി രാഷ്ട്രീയപരമായും സൈനികപരമായ രീതിയിലും അമേരിക്ക അനുഭവിച്ചു. പിന്നീട് അതിന്റെ 2ാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ പിന്തുണക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ എന്ന് നമുക്കറിയാൻ പറ്റും. എന്നാൽ ഇപ്പോഴത്തെ പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പരസ്യമായ രീതിയിൽ തങ്ങൾ ഇസ്രായേലിനോടൊപ്പമാണ്, പലസ്തീനെതിരാണ് എന്ന് ഒരു അറബ് രാജ്യമോ മുസ്ലിം രാജ്യങ്ങളോ പറഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പോലും അമേരിക്കയോട് ഈ കാര്യത്തിൽ അമേരിക്കക്കെതിരെ നിലപാട് പറയുന്ന പല സ്ഥിതികളും പറയുന്നു. ബഹ്റൈൻ പോലും അത് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു വല്ലാത്ത സ്ഥിതിവിശേഷം വന്നപ്പോൾ യുദ്ധത്തിന്റെ വലിയ മുഹൂർത്ത ഘട്ടത്തിലാണ് 2023 തുടങ്ങിയ യുദ്ധം 24 നമ്മൾ നിൽക്കുന്ന മാസത്തിലെത്തിയിട്ടും അതിന്റെ രൂക്ഷത വർദ്ധിക്കുക എന്നല്ലാതെ വിജയം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് ഇപ്പോൾ സാധിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ആയുധങ്ങളും ആയുധ കപ്പലുകളും ആയുധ വിമാനങ്ങളും പറന്നത് അമേരിക്കയിൽ നിന്നാണ് ഇസ്രായേലിലേക്ക് എന്നുള്ളത് കൃത്യമായിരിക്കും സത്യമാണ്. അവർ പറയുന്ന കാര്യം ഇസ്രായേലിന് അവിടെ വിജയം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അതൊരു സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ള കാര്യം അമേരിക്ക പല ഘട്ടത്തിലും പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ വിമർശിക്കുന്ന രീതികളൊക്കെ
നമ്മൾ കാണുന്നത് താൽക്കാലികപരമായിട്ട് മാത്രമാണ്. പിന്നെ ഒരു പരിധി കഴിഞ്ഞിട്ടാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കും. UN സഭയിൽ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി അവിടെ നടത്തിയിരിക്കുന്ന പല വോട്ടെടുപ്പിലും അമേരിക്ക വിട്ടുനിന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ യുദ്ധം നടക്കണമെന്നാണ് തീരുമാനം. എന്നാൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ വലിയ എതിർപ്പ് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വന്ന സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ ഒരു പ്രമേയം അവതരിപ്പിച്ചു യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട്. 185 രാജ്യങ്ങളിലധികം അതിന് സപ്പോർട്ട് ചെയ്തു. പക്ഷെ കാര്യം നടത്തിയിട്ടില്ല. കാര്യം നടത്തണമെങ്കിൽ UN സഭ എന്ന് പറഞ്ഞ ഐക്യരാഷ്ട്രസഭയ്ക്ക് സൈനിക സംവിധാനം വെടിവെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പറ്റില്ല. ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന രാജ്യങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. ആ സൈനിക ശക്തി എന്ന് പറയുന്നത് അമേരിക്കയാണ്, ബ്രിട്ടനാണ്, ഫ്രാൻസാണ്, ഇറ്റലിയാണ്. ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിന് അനുകൂലമാണ്. അതുകൊണ്ട് ഇതാരും നടത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊരു രാജ്യത്തെ, ഒരു മുസ്ലിം രാജ്യത്തിനെതിരെയാണ് ഈ പ്രമേയം വന്നത് എങ്കിൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും വിഷയങ്ങളും ആ രാജ്യത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിവിശേഷം വളരെ ദയനീയമാണ്. അത് അറബ് രാജ്യങ്ങൾ സഹകരിച്ചാൽ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. ഇറാനും സൗദി അറേബ്യയും പതിറ്റാണ്ടുകളോളം ശത്രുക്കളായി നിന്ന രാജ്യമാണ്. അവരുടെ പൗരന്മാർക്ക് 1-2 വർഷത്തോളം ഹജ്ജിന് പോലും വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ഇറാനിലെ അവിടുത്തെ ഒരു മലീഷ്യ വിഭാഗം ഒരിക്കൽ മക്കയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്ന അങ്ങനത്തെ സ്ഥിതിവിശേഷം പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ ശത്രുതാ മനോഭാവത്തോടു കൂടി നിൽക്കുന്ന ഈ രാജ്യങ്ങൾക്കിടയിൽ ചൈന മധ്യസ്ഥത വഹിച്ചുകൊണ്ട് വിഷയം തീർത്തു എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഭയപ്പാടും പേടിയും ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകപരമായിരിക്കുന്ന ഏരിയ സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റമുള്ള ഒരു ദേശമായിട്ട് കണക്കാക്കുന്നു. ആ ഭാഗത്ത് നിന്ന് നിയന്ത്രണം പോകുക എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് വലിയ ഭയപ്പാടും സാമ്പത്തികപരമായ രീതിയിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാവുന്നതാണ്. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ എന്ത് ചെയ്യും? അറബ് രാജ്യങ്ങൾ പരമാവധി ചേർത്ത് പിടിക്കുക എന്നുള്ളത് കാലാകാലം അമേരിക്ക ചെയ്യുന്നതാണ്. ആ കാര്യത്തിൽ അവർ വിജയിക്കാറുണ്ട്. സൈനികപരമായിരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രാക്ടിക്കലൊക്കെ പലപ്പോഴും അമേരിക്കൻ സൈനികരാണ് സൗദി സൈനികർക്ക് നൽകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഞാൻ സൗദിയിൽ നിൽക്കുന്ന സമയത്ത് അമേരിക്കയുടെ സൈനികർ തന്നെ സൗദിയിലെ ഈ സൈനികർക്ക് പ്രാക്ടിക്കൽ നൽകുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഒരുപക്ഷെ ഉണ്ടാവില്ല. അതിന്റെ കാര്യം അത് ബന്ധമാണ്. അത് പല ഘട്ടത്തിലും ആ തരത്തിലുള്ള വിഷയകാര്യങ്ങളെ കൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ ഉള്ളത് സൗദിയിലാണെങ്കിലും അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലാണെങ്കിലും അതിന്റെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടും അത് കൂടുതലാക്കി എടുത്തിട്ട് അത് ശുദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലും യൂറോപ്യൻ കമ്പനികളാണ് ചെയ്യാറുള്ളത്. ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ വലിയ വലിയ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഇവർക്കൊരു അഭിമാനമായിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന പരമാവധി അല്ലെ ലോകത്തിലെ വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ബാങ്കിങ് സംവിധാനം അങ്ങനെ തന്നെ നമ്മൾക്ക് അറബ് രാജ്യങ്ങളിൽ കാണാൻ പറ്റും. സൗദി ഹോളണ്ടി ബാങ്ക്, സൗദി അമേരിക്കൻ ബാങ്ക്, സൗദി ബ്രിട്ടൻ ബാങ്ക്, സൗദി ഫ്രാൻസ് ബാങ്ക്, ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ബാങ്ക് കൊണ്ട് സംയുക്തമായി ലേലം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ മേഖലയിൽ കാണാൻ പറ്റും. നമ്മുടെ രാജ്യത്ത് അങ്ങനെ മറ്റൊരു രാജ്യമായിട്ട് ലിങ്ക് ചേർത്തേണ്ട ഒരു ബാങ്കിങ് സംവിധാനം ഇവിടെ ഇല്ല. ഇന്ത്യയുടെ ഇന്ത്യൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ആണെങ്കിലും ഫെഡറൽ ബാങ്ക് ആണെങ്കിലും കനറ ബാങ്ക് ആണെങ്കിലും ആ ബാങ്കുകളൊക്കെ നമ്മുടേതായിരിക്കുന്ന ബാങ്കാണ്. മറ്റൊരു രാജ്യത്തിലെ ബാങ്കുമായിട്ട് ലിങ്ക് ഇല്ല. നേരെ മറിച്ച് ഗൾഫ് രാജ്യത്തേക്ക് എത്തുന്ന സമയത്ത് സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അവർ ആ രാജ്യത്തിലെ ബാങ്കുമായിട്ടുള്ള ചെക്കിനെ സംബന്ധിച്ചിടത്തോളം സൗദിയിൽ നിന്ന് ഒരു അക്കൗണ്ട് തുടങ്ങുന്നു. ഈ സൗദി അമേരിക്കൻ ബാങ്കിൽ നിന്ന് അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ അത് ഈ ചെക്ക് കൊടുത്താൽ സൗദിയിൽ നിന്ന് പണം മാറിക്കിട്ടും, അമേരിക്ക പോലെ അവിടെ നിന്ന് പണം മാറിക്കിട്ടും. അങ്ങനത്തെ വലിയ രീതിയിലുള്ള ലിങ്ക് സംവിധാനം യഥാർത്ഥത്തിൽ ഈ യൂറോപ്യന്മാരുമായിട്ട് അറബികൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അമേരിക്ക ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ അറബ് രാജ്യങ്ങൾ എല്ലാ കാലത്തും തന്നോടൊപ്പം നിഴല് പോലെ ചേർന്ന് നിന്നിട്ടും ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രതിസന്ധി ഇസ്രായേലും അമേരിക്കയും അനുഭവിക്കുമ്പോൾ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഒരു അരക്ഷിതാവസ്ഥ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന യഥാർത്ഥത്തിൽ പാലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധം എന്നൊക്കെ പറയാം. യുദ്ധം അവിടെ ഉണ്ടോ? യുദ്ധം ഉണ്ടാവുന്ന സൈനികരും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്നതാണ് യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധം നടക്കുന്നത് ഉക്രൈനും റഷ്യയും തമ്മിലാണ്. ഉക്രൈന്റെ സൈന്യവും റഷ്യയുടെ സൈന്യവും മുഖാമുഖമായി 2.5 കൊല്ലം ഏറ്റുമുട്ടുന്നു. അവിടെ സൈനികർ എത്ര മരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ 4-1 10-1 പോലും അവിടുത്തെ ജനങ്ങൾ മരിച്ചിട്ടില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നത് സൈന്യവും തമ്മിലാണ്. നേരെ തിരിച്ച് പലസ്തീൻ ഇസ്രായേലും തമ്മിലുള്ള കാര്യത്തെ കുറിച്ച് നോക്കൂ. ഇസ്രായേൽ എന്ന് പറഞ്ഞ സൈനികർക്ക് മുമ്പിൽ നേർക്കുനേരെ മുഖാമുഖം യുദ്ധം ചെയ്യുന്ന ഒരു സംവിധാനം ഹമാസിന്റെ ആളുകൾക്കേ ഇല്ല. ഒരു ഒളിപ്പോർ യുദ്ധമാണ് നടത്തുന്നത്. മരിക്കുന്ന മുഴുവൻ സാധാരണക്കാരാണ്. അതുകൊണ്ട് ഒരു യുദ്ധം എന്ന് പറയാനൊന്നും പറ്റില്ല.
ഇങ്ങനത്തെ വല്ലാത്തൊരു സ്ഥിതി വിശേഷം അവിടെ ഉണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അവിടെ ജയിപ്പിക്കുക എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയിക്കുക എന്നുള്ളതും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഇത് രണ്ടും നടക്കുന്നില്ല. അതുകൊണ്ട് അറബ് രാജ്യങ്ങളുടെ പിന്തുണ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിൽ സൗദി അറേബ്യയോട് വീണ്ടും ചോദിക്കപ്പെട്ടതാണ് എന്താണ് നിലപാട്, സമീപനങ്ങൾ എന്ന്. അവർ കൃത്യവും വ്യക്തമായ രീതിയിൽ സൗദി അറേബ്യയുടെ നിലപാട് പറഞ്ഞു. പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാവാതെ ഇസ്രായേലുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം ഉണ്ടാവില്ല എന്ന തങ്ങളുടെ മുൻപത്തെ നിലപാട് തങ്ങൾ ആവർത്തിക്കുകയാണ്. അതാണ് സൗദി അറേബ്യയുടെ നിലപാട് എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഇവർ ഇപ്പോഴും വെട്ടിൽ വീണിരിക്കുകയാണ് അല്ലെങ്കിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.